ഇന്ത്യൻസിന് എന്തുകൊണ്ടാണ് ഈ സിവിക് സെൻസ് ഇല്ലാത്ത? ഇന്ത്യയിൽ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാഴ്ച എന്തായാലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാലും കാണും, ബസ് സ്റ്റാൻഡിൽ പോയാലും കാണും, കാർ പാർക്കിങ്ങിൽ പോയാലും കാണും, എക്സ്പെൻസീവ് ഹോട്ടൽസിൽ പോയാലും നിങ്ങൾ ഈ കാഴ്ച കാണും. പക്ഷെ മുറുക്കി തുപ്പിയ ഈ കറകൾ മാത്രമല്ല, നിങ്ങൾ ഹിസ്റ്റോറിക് മോണുമെന്റ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനത്തെ ആർട്ട് വർക്ക്സും കൂടെ കാണാൻ പറ്റും. രാജു വാസ് ഹിയർ, രാഹുൽ ലവ്സ് പ്രിയ. നമുക്ക് എല്ലാവർക്കും അറിയാം മുംതാസിനോടുള്ള പ്രണയം കാരണം ഷാജഹാൻ പണിതതാണ് താജ്മഹൽ. പക്ഷെ നമ്മുടെ രാഹുലിന്റെ അടുത്ത് അത്രയ്ക്ക് കാശൊന്നും ഉണ്ടായില്ല. ഇപ്പൊ രാഹുൽ വെറുതെ എന്ത് ചെയ്തു? താജ്മഹലിൽ പോയപ്പോൾ താജ്മഹലിന്റെ മേലെ എഴുതി വെച്ചു രാഹുൽ ലവ്സ് പ്രിയ. പിന്നെ ഇന്ത്യയിലെ ഏത് ഹിസ്റ്റോറിക് മോണുമെന്റ്സിൽ പോയാലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ചെയ്തതും ആക്ച്വലി സിവിക് സെൻസ് ഇല്ലായ്മ തന്നെയാണ്. ഈ കഥ പക്ഷേ വെറുതെ കുറെ ഹിസ്റ്റോറിക് മോണുമെന്റ്സിന്റെ മേലെ എഴുതുന്നതോ അല്ലെങ്കിൽ എല്ലായിടത്തും കൊണ്ടുപോയി പാൻ സ്റ്റെയിൻസ് ഉണ്ടാക്കുന്നതിൻ്റെയോ അല്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സാധനം പോലും ഇല്ല. മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല, മര്യാദയ്ക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ അറിയില്ല. എല്ലായിടത്തും കാണുന്ന എല്ലായിടത്തും പോയി മൂത്രമൊഴിച്ച് വെക്കുകയും ചെയ്യും. നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ലെങ്കിലും ഫോറിനേഴ്സിനൊക്കെ ഇത് ഭയങ്കര ബാഡായിട്ടുള്ള ഇംപ്രഷനാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യൻസിനുള്ള ശരിക്കുള്ള പ്രോബ്ലം എന്താ ഇന്ത്യൻസ് ഇങ്ങനെ? എത്ര വലുതാണ് ഈ പ്രോബ്ലം? ആൻഡ് ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ എന്താ? സോ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാറേ, വെറും 100 രൂപയുടെ ഇൻഡിക്കേറ്റർ പൊട്ടിയാനാ ഇത്ര ഷോ? വെറും 100 രൂപയ്ക്ക് ജാർ ആപ്പിൽ 24 കാരറ്റ് ഗോൾഡിൽ ഇവന് സേവ് ചെയ്തോ. അങ്ങനെ ജാറിൽ 100 ഇട്ട് ഇന്ന് ബൈക്കിൽ വന്നവർ നാളെ കാറിൽ കിടക്കും. ജാർ യൂസ് ചെയ്യൂ, സേവിങ്സ് ഗ്രോ ചെയ്യൂ. ഈ അടുത്ത് ഒരു IAS ഓഫീസർ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അതിനകത്ത് എയ്റോപ്ലെയിനകത്തും ആരോ കുടുക്ക തുപ്പി വെച്ചതായിട്ടാണ് കാണുന്നത്. സാധാരണ ഓട്ടോറിക്ഷ എന്നൊക്കെ പുറത്തേക്ക് തുപ്പുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡൽഹിയിലൊക്കെ ഈ കുഡ്ക സ്റ്റെയിൻസിന്റെ പ്രോബ്ലം എത്രത്തോളം രൂക്ഷാന്നുള്ളത് നിങ്ങൾ അവിടുത്തെ പോഷ് ഏരിയാസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലായിടത്തും ഈ കുഡ്ക സ്റ്റെയിൻസ് വെച്ചിട്ട് വാൾസ് ഒക്കെ ഫില്ലായിട്ടാണ് കിടക്കുന്നത്. കൊൽക്കത്തയിലെ ഹൗറ ബ്രിഡ്ജിന്റെ പ്രൊട്ടക്റ്റീവ് മെറ്റൽ കാസ്റ്റിംഗ്സ് പകുതിയിലധികവും ഈ പാൻ സ്പിറ്റ്സ് കാരണം ഡാമേജ് ആയി. മുംബൈ ലോക്കൽ ട്രെയിനിന്റെ കേസ് നോക്കുകയാണെങ്കിൽ പാൻ സ്റ്റെയിൻസ് സ്ക്രബ് ചെയ്ത് കളയാൻ വേണ്ടി മാത്രമായിട്ട് അവർ 3 കോടി രൂപയിലധികം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ത്യയിൽ മാത്രമേ ഈ പാൻ സ്റ്റെയിൻസിന്റെ ഒരു പ്രശ്നമുള്ളൂ എന്നുള്ളത്. പക്ഷെ ഇന്ത്യയിൽ മാത്രമല്ല, അങ്ങ് UK-യിലും ഈ പ്രശ്നമുണ്ട്. പക്ഷെ അത് UK-ക്കാരല്ല കാരണം, ഇന്ത്യക്കാർ തന്നെയാണ് കാരണം. തെളിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ബ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലണ്ടനിലൊരു സ്ഥലത്ത് ഈ ഒരു പ്രശ്നം അതിരൂക്ഷമാണ്. അതിരൂക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ ഒരു ഡെക്കറേഷന് പറഞ്ഞതാണ്. പക്ഷേ ബ്രണ്ടിലെ കേസ് എന്താണെന്ന് വെച്ചാൽ ഹൈ പ്രഷർ ജെറ്റ് വെച്ചിട്ട് പോലും അവർക്കത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. Borough Council says palm spitting is disgusting, unhygienic and costly to remove. സോ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രണ്ടിലെ അതോറിറ്റീസ് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. We also strongly believe that communities can help educate people who spit and encourage them to change their behavior. എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് പോസ്റ്റേഴ്സിലൂടെയും ബോർഡ്സിലൂടെയും ഒക്കെ ആയിരുന്നു. പക്ഷേ അവർ വെച്ച ബോർഡ്സും പോസ്റ്റേഴ്സും ഒക്കെ ഇംഗ്ലീഷിൽ മാത്രമല്ലായിരുന്നു, ഗുജറാത്തിയിലും കൂടെ ആയിരുന്നു. അതായത് ഗുജറാത്തി അറിയാത്ത ഗുജറാത്തീസിന് വേണ്ടിയും ഇംഗ്ലീഷ് അറിയാത്ത ഗുജറാത്തീസിന് വേണ്ടിയും അവർ ഓൾമോസ്റ്റ് 20,000 pounds ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. ഇപ്പം നമ്മൾ ശരിക്കും ബ്രിട്ടീഷേഴ്സിനിട്ട് താങ്ങുകയല്ലേ? നമ്മളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും ഈ പാവപ്പെട്ട വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പാനൊക്കെ തുപ്പി എല്ലായിടത്തും വൃത്തികേടാക്കിയിടുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും ഒന്ന് പുറത്തോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈവൻ വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പോലും സൊസൈറ്റിയിൽ സിവിക് സെൻസ് തീരെ ഇല്ലാത്ത രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ തന്നെ ഇതിൻ്റെ കുറേ എക്സാമ്പിൾസ് നമ്മൾ ഡെയിലി കാണുന്നുണ്ടാവും. റോങ് സൈഡായിട്ടും ലക്ഷൂറിയസ് കാർസ് ആയിട്ട് റെക്ലെസ് ആയിട്ടും ഇന്ത്യൻ സ്ട്രീറ്റ്സ് കൂടെ ഡ്രൈവ് ചെയ്യുന്ന കുറേ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. ഇതും സിവിക് സെൻസ് ഇല്ലായ്മ തന്നെ അല്ലേ? ഫോറിൻ കൺട്രീസിലൊക്കെ സാധാരണ ഡ്രൈവിംഗ് എന്നത് ഒരു കൂളായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും കൂളായിട്ട് ഡ്രൈവ് ചെയ്യും. പക്ഷെ ഇന്ത്യയിലോ? ഇവിടെ ഡ്രൈവിംഗ് ഒരു മത്സരമാണ്. എല്ലാവർക്കും മുന്നിൽ പോകണം. എന്നെ ഓവർടേക്ക് ചെയ്യാൻ നീ ആടാ, ഇപ്പം കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരുടെ കാട്ടിക്കൂട്ടലുകൾ. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പോകുന്ന ടീംസാണ് ഇതിൽ മെയിൻ. ഡ്രൈവിങ്ങും പാൻതുപ്പലും ഒക്കെ ഒരു തുടക്കം മാത്രമാണ്. 2014 സർക്കാർ സ്വച്ഛ് ഭാരത് അഭിയാൻ തുടങ്ങി. പിന്നെ 2019 അതിന്റെ പാർട്ട് 2 കൂടി ഇറക്കി. സ്വച്ഛ് ഭാരത് ഏക് ഖദം സ്വച്ഛതാ കി ഓർ. പക്ഷെ 2 വേർഷനും ആളുകളുടെ പെരുമാറ്റം മാറ്റാൻ പറ്റിയില്ല. ഉദാഹരണത്തിന് രാജസ്ഥാനിലെ ഒരു മന്ത്രി പൊതുസ്ഥലത്ത് തന്നെ മൂത്രം ഒഴിക്കുന്നത് ക്യാമറയിൽ പെട്ടു. പിന്നെ പുള്ളി പറഞ്ഞ കാര്യം എന്താ പറയുക, ഇത് പണ്ട് മുതലേ ഞങ്ങൾ ചെയ്തു വരുന്നതാണെന്ന്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് എന്താ? ഇന്ത്യക്കാർ സത്യത്തിൽ ഇത്ര കുഴപ്പക്കാരാണോ? എന്താ നമുക്കൊന്ന് പഠിക്കാൻ പറ്റാത്തത്? ഇന്ത്യക്കാരെന്താ ഇങ്ങനെ പെരുമാറുന്നത് മനസ്സിലാക്കാൻ നമുക്ക് 2 തിയറികൾ നോക്കാം. ഒന്നാമത്തേത് ബ്രോക്കൺ വിൻഡോ തിയറി.
ഒരു സ്ഥലത്ത് ചെറിയ കുറ്റങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ എനിക്കും ചെയ്യാമെന്ന് തോന്നും. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഹെൽമെറ്റ് വെക്കാതെ പോകുന്നത്, റോഡിൻ്റെ റോങ് സൈഡ് പോകുന്നത്, അവിടെയും ഇവിടെ തുപ്പി വെക്കുന്നത്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഞാൻ ചെയ്താൽ എന്താ എന്നുള്ള മട്ടും ഭാവമാണ്. ഉദാഹരണത്തിന് ഒരു സ്ട്രീറ്റ് ക്ലീൻ ആണെന്ന് ഇമാജിൻ ചെയ്യാം. മതിലൊക്കെ പെയിൻറ് ചെയ്ത് വേസ്റ്റ് ഒന്നുമില്ല, എല്ലാം നീറ്റായി കിടക്കുന്നു. അതിലൂടെ പോകുന്നവർ നോർമലായി വലിയ അലമ്പൊന്നും ആക്കാതെ പോകും. പക്ഷെ അതേ സമയത്ത് ലോക്കൽ ട്രെയിനിൻ്റെ കേസും മെട്രോൻ്റെ കേസും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലോക്കൽ ട്രെയിൻ ഉപയോഗിക്കുന്ന അതേ ആൾക്കാർ തന്നെയാണ് മെട്രോ ഉപയോഗിക്കുന്നത്. പക്ഷെ മെട്രോ സ്റ്റേഷനുകളിൽ ക്ലീനാണ്, ലോക്കൽ ട്രെയിൻ സ്റ്റേഷൻസ് അലമ്പാണ്. അതെന്താ, മെട്രോക്ക് കൊമ്പുണ്ടോ? ഇല്ല, മെട്രോ വെൽ മെയിൻറ്റൈൻഡ് ആണ്. പക്ഷെ ആളുകളുടെ പെരുമാറ്റം രണ്ടിടത്തും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതാണ് ഈ തിയറി പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ ആളുകൾക്ക് വേസ്റ്റ് ഇടുന്നതോ വാൻ തുപ്പുന്നതോ ഒന്നും ഒരു പ്രശ്നമല്ല. ട്രെയിൻ വരുമ്പോൾ ലൈൻ നിൽക്കുക എന്ന ആശയം തന്നെ ഇല്ല. എല്ലാവരും ഒരുമിച്ച് കയറി സീറ്റ് പിടിക്കുക എന്നതാണ് ലക്ഷ്യം. പക്ഷെ മെട്രോ സ്റ്റേഷനിലാണെങ്കിൽ എല്ലായിടത്തും സെക്യൂരിറ്റീസ് ഉണ്ട്. അവർ നമ്മളെ കൊണ്ട് ലൈൻ നിർത്തും. എല്ലാം നല്ല ക്ലീൻ ആയിട്ടും ചിട്ടയോടെയും അടുക്കോടെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകൾക്കും അതേ ഒരു ശ്രദ്ധയോടെ മാത്രമേ അവിടെ നിൽക്കുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു സാധനം വൃത്തികേടാക്കാനുള്ള ഒരു മടി കാണും ആൾക്കാർക്ക്. പക്ഷെ എല്ലാവരും ചെയ്യുന്നതാണെങ്കിൽ ഞാനും ചെയ്യാന്നുള്ളത് അവരുടെ മൈൻഡ് സെറ്റുമാണ്. ഇതാണ് ബ്രോക്കൺ വിൻഡോ തിയറി ശരിക്കും പറയുന്നത്. രണ്ടാമത്തെ കേസ്, ആളുകൾ അവരെ തന്നെയാണ് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതായത് ഈ തിയറി അനുസരിച്ച് മനുഷ്യൻ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും നോക്കി തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനങ്ങൾ സമൂഹത്തിന് ദോഷകരമായാലും അവർക്ക് അത്ര കാര്യമൊന്നുമില്ല. ഉദാഹരണത്തിന് ഒരു കോളനിയിൽ കുറേ വേസ്റ്റ് കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താ, എൻ്റെ വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ തെരുവും ഫുട്പാത്തും ഒക്കെ വൃത്തിയാക്കണം എന്നുള്ളത് ആരുടെയും വിഷയമല്ല. അതാണ് ഇന്ത്യയിൽ പലർക്കുള്ള മനോഭാവം. അതായത് വീടിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അമ്മേൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തുനിന്ന് ചീത്ത വെക്കും. പക്ഷെ പൊതുസ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ആരും ചോദിക്കാനുമില്ല. പിന്നെ ഇതൊന്നും നമ്മളെ റെസ്പോൺസിബിലിറ്റി അല്ല എന്നുള്ളതാണ് മനോഭാവം. അപ്പോൾ പൊതുസ്ഥലം മൊത്തം വൃത്തികേടാക്കാം, എൻ്റെതല്ല, വീടും പരിസരവും ഒക്കെ ഞാൻ തന്നെ വൃത്തിയാക്കണം, എൻ്റെ സ്ഥലമാണ്. അങ്ങനെയാണ് നമ്മുടെ സ്ട്രീറ്റ്സിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്നതും കൂടുതൽ മലിനമാവുന്നതും. ഈ മൈൻഡ് സെറ്റിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷേ റോഡ് ഡിസിപ്ലിൻ ഇല്ലാത്തത് എന്താണെന്നുള്ളത് ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. അടുത്ത കേസ്, റോഡിൽ ഡിസിപ്ലിൻ ഇല്ലാത്തത്. ഇന്ത്യ റോഡ് ആക്സിഡൻസിന്റെ എപ്പിഡമിക് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം ഓരോ വർഷവും 9 ലക്ഷത്തിനടുത്ത് ആൾക്കാർ റോഡിൽ അപകടങ്ങളിൽ മരിക്കുകയും പരിക്കേറ്റ് വീഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന് കാരണം വെറും മോശം ഡ്രൈവിംഗ് മാത്രമല്ല, ഇന്ത്യയിലെ റോഡുകൾ ശരിയായി ഡിസൈൻ ചെയ്യപ്പെട്ടില്ല എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. റോഡ് നിർമ്മാണത്തിന് മുൻപ് സേഫ്റ്റി ഓഡിറ്റുകൾ സാധാരണയായി നടത്താറില്ല. എങ്കിൽ നടത്തിയാലും അത് കർശനമായിട്ട് നടത്തുന്നില്ല. ഇന്ത്യയിൽ റോഡിലെ വാഹനങ്ങളുടെ 75% വരെ ഇരുചക്ര വാഹനങ്ങളാണ്. എന്നാൽ റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ വലിയ വാഹനങ്ങൾക്കായിട്ട് മാത്രം കാർസ്, ബസ്സുകൾക്ക്, ട്രക്കുകൾക്ക് നോക്കിയാണ് റോഡുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ചിലർ പറയും ഇത് മാത്രമല്ല ട്രാഫിക് നിയമങ്ങളും ഒരു പ്രശ്നമാണെന്ന്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ട്രാഫിക് നിയമങ്ങൾ മറ്റു രാജ്യങ്ങളെക്കാൾ കർശനമാണ്. ഉദാഹരണത്തിന് ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗം ഇന്ത്യയിൽ ബാൻഡാണ്. എന്നാൽ ചൈന, US, UK ഇവിടങ്ങളിലൊക്കെ ഫോൺ പിടിക്കാതെ ഉപയോഗിക്കുന്നത് അനുവദിച്ചിരിക്കുന്നു. പിന്നെ അതേപോലെ ഇന്ത്യയിൽ ബ്ലഡ് ആൽക്കഹോൾ ലിമിറ്റ് 0.03% ആണ്. US, UK അത് 0.08% ആയാണ് കണക്കാക്കുന്നത്. അതായത് പ്രശ്നം നിയമത്തിലല്ല, പ്രശ്നം നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലാണ്. അതായത് പോലീസിന് പോക്കറ്റ് മണി വേണ്ട സമയത്ത് നിയമങ്ങൾ നല്ല രീതിയിലും അതിൽ കൂടുതലും അവർ നടപ്പിലാക്കും എന്ന് നമുക്ക് പലപ്പോഴും തോന്നിക്കാണും. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു. ലോകത്ത് പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ കുറഞ്ഞത് കൊണ്ടാണ് ആളുകൾ നിയമം ലംഘിക്കുന്നത് തുടരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ റോഡ് ഡിസിപ്ലിൻ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? എങ്ങനെ നമ്മുടെ നഗരങ്ങൾ വൃത്തിയാക്കാം? റോഡുകൾ സുരക്ഷിതമാക്കാം? എക്സാമ്പിൾസ് ഒന്ന് പഠിക്കാം. സോ ആദ്യത്തെ എക്സാമ്പിൾ, റോണ്ടയിലെ കിഗാലി എന്ന സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ചിലർ പറയും ഇന്ത്യ ദരിദ്രമായ ഒരു രാജ്യമാണല്ലോ, സർക്കാരിന് വൃത്തിയാക്കാൻ പണം കുറവായിരിക്കും. പക്ഷേ ഇത് നോക്കൂ, കിഗാലി ആഫ്രിക്കയിലെ ഏറ്റവും വൃത്തിയായ നഗരമാണ്. നഗരത്തിന്റെ വാർഷിക ബജറ്റ് ഏകദേശം 1700 കോടി മാത്രമാണ്. പറയാൻ വേണ്ടി ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഹൈദരാബാദിന്റെ വാർഷിക ബജറ്റ് ഏകദേശം 8400 കോടിയാണ്. ബാംഗ്ലൂരിന് 19,000 കോടിയാണ്. മുംബൈയിൽ അതിലും കൂടുതലാണ്. അപ്പോൾ ബജറ്റിൽ പ്രശ്നമില്ലെന്ന് നമുക്ക് മനസ്സിലായി. പ്രശ്നം അഡ്മിനിസ്ട്രേഷനും ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലുമാണ്. 2000കളുടെ തുടക്കത്തിൽ കിഗാലി മറ്റെല്ലാ നഗരങ്ങളും പോലെ തന്നെ പല സ്ലം പ്രദേശങ്ങളും ആളുകളും മാലിന്യവും ഒക്കെ നിറഞ്ഞിരുന്നു. പക്ഷെ 2010കളിലേക്ക് വന്നപ്പോൾ കാര്യങ്ങളെല്ലാം വേഗത്തിൽ മാറാൻ തുടങ്ങി.
2008 ആദ്യപടിയായി നഗരം സിംഗിൾ യൂസ്ഡ് പ്ലാസ്റ്റിക് നിരോധിച്ചു. അതിനിടെ ജനങ്ങളെ ലിനൻ, വാഴപ്പഴത്തിന്റെ ഇല, പേപ്പർ തുടങ്ങിയ പാക്കേജിംഗ് മെറ്റീരിയലിലേക്ക് മാറാനും പ്രേരിപ്പിച്ചു. അതുപോലെ തന്നെ ഇത്തരം പാക്കേജിംഗ് മെറ്റീരിയൽ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ ആരംഭിക്കാനായി സർക്കാർ സഹായം നൽകി. നഗരത്തിലെ ആളുകളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചും തൈകൾ നടിപ്പിച്ചും ഹരിതമാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. പ്രാദേശിക സമൂഹങ്ങളും വലിയ പങ്ക് വഹിച്ചു. ഒരു മാസത്തിലെ അവസാന ശനിയാഴ്ച കിഗാലിയിലെ ആളുകൾ ഉമ്മുഗാണ്ട എന്നൊരു പരിപാടി നടത്തുന്നു. അന്ന് നഗരം മുഴുവൻ ആളുകൾ പുറത്തേക്ക് പോവുകയും നഗരത്തിൽ കിടക്കുന്ന മാലിന്യം എല്ലാം ശേഖരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ വൃത്തി പഠിക്കാൻ വേണ്ടി റോണ്ട വരെ പോകണമെന്ന് വെച്ചാൽ അതിനൊന്നും ആവശ്യമില്ല. കാരണം നമ്മളെ ഉള്ളിൽ തന്നെ നല്ലൊരു സിറ്റി വേറെയുണ്ട്, ഇൻഡോർ. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം. ഇൻഡോർ എപ്പോഴും ഒരു വൃത്തിയുള്ള നഗരം ഒന്നും ആയിരുന്നില്ല. 2014 ഇത് ക്ലീൻ സിറ്റി ഇൻഡെക്സിൽ 149 സ്ഥാനത്തായിരുന്നു. പക്ഷെ 2017 അവർ രാജ്യത്തെ 1ാം സ്ഥാനത്തെത്തി. ഈ 3 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു മാറ്റം എങ്ങനെ സംഭവിച്ചു? ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രകാരം 2015-16 വർഷങ്ങളിൽ നഗരത്തിലെ 86 വാർഡുകൾ ഓരോന്നും മാപ്പ് ചെയ്തു. ഇത് നഗരത്തിൽ പ്രതിദിനം ഉളവാക്കുന്ന 1000 ടൺ മാലിന്യം ശേഖരിക്കാൻ, കൊണ്ടുപോകാൻ, വേർതിരിക്കാൻ, റീസൈക്കിൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. ഇതിനുശേഷം കോർപ്പറേഷൻ 800 മിനി ട്രക്ക്, ഡംബർ തുടങ്ങി ഡോർ ടു ഡോർ മാലിന്യ ശേഖരണ ഫ്ലീറ്റ് കാര്യമായി തന്നെ വിന്യസിച്ചു. അതിനുശേഷം NGOകളുടെ സഹായത്തോടെ വലിയ അവയർനെസ് ക്യാമ്പയിനും സ്റ്റാർട്ട് ചെയ്തു. മാലിന്യങ്ങൾ വേർതിരിക്കുന്നതും ശരിയായി ഫ്ലഷ് ചെയ്യാനും പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. പിന്നീട് മുനിസിപ്പാലിറ്റി ശേഖരിക്കുന്ന മാലിന്യം പ്രോസസ്സ് ചെയ്യുന്നത് തുടങ്ങുകയുണ്ടായി. ഇൻഡോർ നമ്മുടെ രാജ്യത്ത് വേസ്റ്റ് മാനേജ്മെന്റ് പഠിക്കാൻ നല്ലൊരു ഉദാഹരണം തന്നെയാണ്. അടുത്തൊരു കേസ് നോക്കുകയാണെങ്കിൽ മിസോറാമിലെ ജനങ്ങൾ പരസ്പരം കരുണയും സ്നേഹവും ഉള്ളവരൊക്കെയാണെന്ന് അറിയപ്പെടുന്നു. പൊതുപരിപാടികളിലാവട്ടെ, വിവാഹങ്ങളിലാവട്ടെ, ജനന മരണ ചടങ്ങുകളിലാവട്ടെ, ആളുകളെല്ലാം തന്നെ സ്വയം സേവനത്തിലൂടെ അവരുടെ പങ്ക് നിർവഹിക്കുന്നുണ്ട്. ഈ കരുണയുടെ സംസ്കാരം റോഡിലെ ഡിസിപ്ലിനിൽ കൂടുതലായിട്ടും പ്രതിഫലിക്കുന്നുണ്ട്. മിസോറാമിൽ നിങ്ങൾക്ക് പാതകൾ മറികടക്കുന്നതും ലെയിൻ നിയമങ്ങൾ ലംഘിക്കുന്നതും ഒക്കെ വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഏകദേശം കിഗാലി പോലെ തന്നെയാണ് മിസോറാമിലെ ജനങ്ങളുടെ സംസ്കാരം. കരുണയും പരസ്പരം ശ്രദ്ധയും എല്ലാം ഉള്ളതാണ്. റോണ്ട, ഇൻഡോർ, മിസോറാം എന്നീ സ്ഥലങ്ങളിൽ ഉദാഹരണങ്ങൾ നമ്മൾ നോക്കി. ഇപ്പൊ ഇന്ത്യയിലെ ബാക്കി സ്റ്റേറ്റ്സിനും ബാക്കി സിറ്റീസിനും എല്ലാം നല്ലൊരു വഴിയാണ് ഇവരെല്ലാം കാണിക്കുന്നത്. പക്ഷേ നമ്മളിതെങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കും? നമ്മളിതെങ്ങനെ പ്രാവർത്തികമാക്കും? ഇതിന് ഏറ്റവും നല്ല മാർഗം എഡ്യൂക്കേഷനാണ്. ഇന്ത്യക്കാർക്ക് പൊതുവെ സിവിക് സെൻസ് കുറയാനുള്ള കാരണം നമുക്ക് ശരിയായ വിദ്യാഭ്യാസം ആ രീതിയിൽ തന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ചെറുപ്പം തൊട്ടേ സ്കൂളുകളിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാവരും പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ സ്മൂത്ത് ആയിട്ട് പറ്റുള്ളൂ. ചെറുപ്പത്തിലൊക്കെ നമുക്ക് പ്രൈമറി സ്കൂളിലോ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ സിവിക്സ് എന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. സിവിക്സിൽ നമ്മളെല്ലാവരും ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് ഇങ്ങനെ മനപ്പാടാക്കാന്നല്ലാതെ ഇതൊന്നും ശരിക്കും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നോ, ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണെന്നോ, സൊസൈറ്റിയിൽ ഇതൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നോ, ബാക്കിയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുതെന്നോ, നമ്മളെ റെസ്പോൺസിബിലിറ്റീസ് ആണെന്നോ ഒന്നും നമ്മളെ നല്ലൊരു രീതിക്കല്ല പഠിപ്പിച്ചു തരുന്നത്. നമ്മളെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടികൾ എന്തൊക്കെയാണെന്നുള്ളതും പ്രോപ്പറായിട്ട് നമുക്ക് പഠിച്ചു തന്നിട്ടില്ല. ഇത് കാണാപ്പാടം പഠിച്ച് മാർക്ക് നേടുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷെ അങ്ങനല്ല, ഒരു നല്ല സിറ്റിസണായി നല്ല രീതിക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മളെ അന്ന് അവർ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നല്ല രീതിയിലല്ല നമ്മളെ പഠിപ്പിച്ചത്. മിക്ക രാജ്യങ്ങളിലും വിദ്യാർത്ഥികൾ ക്ലാസ് മോപ്പ് ചെയ്യും, ക്ലീൻ ചെയ്യും, ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ കളയും, പിന്നെ അതേപോലെ തന്നെ പ്ലാന്റ്സിന് വെള്ളം കൊടുക്കും. ഇന്ത്യയിലാവട്ടെ ഇതെല്ലാം ആയമാരുടെ പണിയാണ്, നമ്മുടെ പണിയല്ല. ഇത് ക്ലീൻ ആക്കിയാൽ ക്ലീനായി. നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ക്ലാസ്സിലാണെങ്കിലും ക്ലീൻ അല്ലാത്ത ക്ലാസ്സിലാണെങ്കിലും അവിടെ പോയിരുന്ന് കുറച്ചും കൂടെ വൃത്തിയിടാം. അപ്പം ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആണെന്നുള്ളതും കൂടെ നമ്മളെ പഠിപ്പിച്ചു തരിക എന്നുള്ളതാണ് ശരിക്കുള്ള വിദ്യാഭ്യാസം എന്ന് നിങ്ങൾക്കും തോന്നില്ലേ? ആയതിനാൽ കുട്ടികൾക്ക് വൃത്തിയാക്കൽ എൻ്റെ ഉത്തരവാദിത്തം അല്ല എന്ന ധാരണ ചെറുപ്പത്തിൽ തന്നെ വളർത്തപ്പെടുന്നു. ഡൽഹിയിൽ AAP സർക്കാർ സ്കൂളുകളിൽ ക്ലീൻലിനെസ് കരിക്കുലം അവതരിപ്പിക്കാൻ പദ്ധതി ഒരുക്കിയിരുന്നു. പക്ഷേ ഫലം വ്യക്തമല്ല. നിലവിൽ BJP സർക്കാർ ഇത് തുടരുന്നുണ്ടോ എന്നതും സംശയമാണ്. ഇതിനു പുറമെ ജപ്പാൻ നമുക്കൊരു പാഠം നൽകുന്നു. ജപ്പാനിൽ കുട്ടികളെ ചെറിയ വയസ്സ് മുതൽ തന്നെ പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഫുട്ബോൾ മാച്ച് കാണാൻ വിദേശത്ത് പോയാലും ജാപ്പനീസ് ആളുകൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മാച്ചിന് ശേഷം ആ സ്റ്റേഡിയവും പരിസരവും എല്ലാം അവർ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കണ്ട പോലെ ഇന്ത്യയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ സ്വന്തം രാജ്യത്ത് തന്നെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പുറത്തുനിന്നുള്ള രാജ്യത്തു നിന്നും എല്ലാ ഉദാഹരണങ്ങളിൽ നിന്നും പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അടിപൊളിയാകും. ഇന്ത്യയിലെ മിസോറാമും ഇൻഡോറും ഒക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരെല്ലാവരും പാവങ്ങളോ അല്ലെങ്കിൽ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ എപ്പോഴും വേസ്റ്റ്
ആക്കി നടക്കുന്ന ആൾക്കാരോ ഒന്നും ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള അവബോധ പരിപാടികളും ശരിയായിട്ടുള്ള വിദ്യാഭ്യാസവും വഴി നഗരങ്ങൾ വൃത്തിയാക്കാനും പാൻ തുപ്പൽ നിർത്താനും റോഡിൽ ശരിയായി ഡ്രൈവ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയും. ഇന്ത്യക്കാരുടെയും മലയാളികളുടെയും ഒക്കെ സിവിക് സെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും എന്താ തോന്നുന്നത്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ജാർ ആപ്പ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യും.